നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്ക് മടങ്ങി വരുമ്പോൾ ട്രാക്കോ കേബിൾ ജീവനക്കാരനായിരുന്ന ഉണ്ണിയുടെ മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി എടുക്കുകയാണ്. ഇപ്പോൾ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. ഇന്നലെയാണ് ഉണ്ണി ആത്മഹത്യ ചെയ്തത്. 15 മാസമായി ശമ്പളമില്ലാത്ത ജോലിക്കിടയിലാണ് മാനസിക സംഘർഷത്തെ തുടർന്നാണ് ആത്മഹത്യ ഉണ്ടായത്. അദ്ദേഹം കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു എന്ന കാര്യം ട്രാക്കോ കേബിൾ ചെയർമാൻ വഴുതാനത്ത് ബാലചന്ദ്രനും അംഗീകരിക്കുന്നു. ഉണ്ണിക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ട്രാക്കോ കേബിളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും ബാലചന്ദ്രൻ പറഞ്ഞു. പരിഹാരം എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു വ്യക്തമായ പരിഹാരം എന്ന് പറയാൻ പറ്റത്തില്ല. എങ്കിലും ഇത് ഈ ഒരു പാക്കേജും കാരണം നടപ്പിലായി വരുന്നതിന് ഇതൊരു സമയമെടുക്കും. ഇത് നേരത്തെ ചെയ്തത് അനുസരിച്ചിട്ട് ആ പാക്കേജ് ഇപ്പോഴും നിൽക്കുകയാണ്. ഇന്നലെ ഞാൻ മിനിസ്റ്ററോട് സംസാരിച്ചു. മിനിസ്റ്ററുടെ ഒരു പ്രസ് കോൺഫറൻസിൽ വ്യക്തമായിട്ടുണ്ട്. എനിക്കത് കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ പാക്കേജ് ആയിട്ട് മുമ്പോട്ട് പോകും, യാതൊരു തർക്കവുമില്ല. അതുപോലെ തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് കേസുണ്ട്. ആ കേസ് വെച്ച് പെൻഡിങ് ആയിപ്പോയി. ഞാൻ അവരെ കുറിച്ച് ഞാനിപ്പോൾ അവരുടെ കൂടെ തന്നെ മാറ്റമൊന്നുമില്ല. അപ്പോൾ അത് ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇപ്പം ഇന്നലെ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഫോ പാർക്കുകാരെ കൊണ്ടുവന്ന് രണ്ട് ഗവൺമെന്റ് മന്ത്രി ഒന്ന് വകുപ്പ് ഒന്നുമില്ല. ആ ഇൻഫോ പാർക്കുകാരെ കൊണ്ടുപോയി സ്ഥലം എടുപ്പിച്ചിട്ട് ഒരു 200 കോടി ബാധ്യതയുണ്ട്. ആ ബാധ്യത കംപ്ലീറ്റ് തീർത്തുകൊണ്ട് ഒരു 50 ലക്ഷം രൂപ മിച്ചം വരും. ഇപ്പം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 20-30 കോടി രൂപയുടെ വർക്കുണ്ട്. തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഒരു 8 കോടി രൂപയുടെ വർക്കുണ്ട്. ഇതെല്ലാം നടന്നുകൊണ്ട് ഇതെല്ലാം ലാഭകരമാണ്, ചെറുതല്ല. അത് എനിക്ക് തോന്നുന്നത് ഇത് ഒരു ഇച്ചിരി ഒന്ന് മെനക്കെട്ട് ഞാൻ പറയുക. പോയി കഴിഞ്ഞാൽ ഒരു മാക്സിമം 3 മാസത്തിനെ വെച്ച് കമ്പനി പഴയ രൂപത്തിൽ വരും. സംഘർഷം അനുഭവിച്ചിരുന്നു ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ലേ. അത് ഇതുകൊണ്ട് മാത്രമല്ല, എങ്കിലും അത് അദ്ദേഹത്തിന് ആ ഭാഗമുണ്ട്, സാമ്പത്തിക ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അപ്പം കമ്പനിയോട് പറഞ്ഞ് ഞാൻ പറയത്തില്ല. പി ഉണ്ണിയുടെ മൃതദേഹം അല്പസമയത്തിനകം കാക്കനാട്ടെ വീട്ടിൽ അത്താണിയിലെ ശ്മശാനത്തിൽ സംസ്കരിക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാവിലെ മൃതദേഹം ഉണ്ണിയുടെ വീട്ടിലെത്തിച്ചിരുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, മൃതദേഹം വീട്ടിലുണ്ട്. ഒപ്പം മാനേജ്മെന്റും ഉണ്ണിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ശമ്പള പ്രതിസന്ധി അദ്ദേഹത്തെ ബാധിച്ചിരുന്നു എന്ന കാര്യം അംഗീകരിക്കുക കൂടിയാണ് ചെയ്യുന്നത്. എന്താണ് അവിടുത്തെ സാഹചര്യം? മൃതദേഹം വീട്ടിൽ നിന്ന് എടുത്തോ? സജിത, ഇപ്പോൾ അല്പസമയം മുമ്പ് വീട്ടിൽ നിന്ന് മൃതദേഹം പൊതുശ്മശാനത്തിലേക്ക് അത്താണിയിലുള്ള കാക്കനാട് അത്താണിയുള്ള പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ചടങ്ങുകൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് മൃതദേഹം ഇവിടേക്ക് കൊണ്ടുപോകുന്നത്. നിരവധി ആളുകൾ, കമ്പനിയിലെ സഹപ്രവർത്തകർ, അതോടൊപ്പം തന്നെ സമീപവാസികൾ എല്ലാവരും തന്നെ വിനുവിന് അന്തിമോപചാരം അർപ്പിക്കുവാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിരുന്നു. നിരവധിയായ സഹപ്രവർത്തകരുടെ സാന്നിധ്യം എടുത്തു പറയേണ്ടതാണ്. അല്പസമയം മുമ്പാണ് ട്രാക്കോ കേബിൾ ചെയർമാൻ വഴുതാനത്ത് ബാലചന്ദ്രനും നമ്മളോട് സംസാരിക്കുന്നത്. സാമ്പത്തിക ബാധ്യതകൾ അദ്ദേഹം അനുഭവിച്ചിരുന്നാൽ മറ്റു വിഷയങ്ങൾ, സാമ്പത്തിക ബാധ്യതയും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. കമ്പനിയുടെ ഇപ്പോഴുള്ളൊരു പ്രതിസന്ധി മറികടക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യവസായ മന്ത്രി പി രാജീവ് സംസാരിച്ചതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. നിലവിൽ ഒരു കേസ് അടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയിലുണ്ട്. അത് മറ്റ് കേസ് നൽകിയവരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്യും. അത് മാറിയാൽ ഇൻഫോ പാർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റെടുക്കലിന് തന്നെയാണ് പ്രാഥമികമായ പരിഗണന നൽകുന്നത്. അത് പൂർത്തിയാവുകയാണെങ്കിൽ തൊഴിലാളികളുടെ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി അടക്കം പരിഹരിച്ചുകൊണ്ട് നിലവിലെ ഓർഡറുകളുമായിട്ട് കമ്പനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ആത്മഹത്യ അത് ദൗർഭാഗ്യകരം തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ മൃതദേഹ ശരീരം ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾക്കായി കാക്കനാട് താണിയിലുള്ള ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും കാക്കനാട് അത്താണിയിലുള്ള ശ്മശാനത്തിൽ അല്പസമയത്തിനുള്ളിൽ സംസ്കാരം നടക്കും. ഏറെ ദുഃഖകരമായ കാര്യമാണ്. സംസ്ഥാനത്ത് 15 മാസത്തിലധികമായി ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു തൊഴിലാളിയുടെ ദുരവസ്ഥ, അതാണ് ചർച്ചയായത്. എന്തായാലും ഉണ്ണിയുടെ ഈ മരണം അത് ഈ ട്രാക്കോ കേബിളിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ വഴിയൊരുക്കട്ടെ എന്നുകൂടി നമുക്ക് കരുതാം. ആ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഇന്നലെ മന്ത്രിയും ഇന്ന് ട്രാക്കോ MDയും പങ്കുവയ്ക്കുന്നത്.